ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ബൈക്കിൽ അതിഥിന്റെ കല്യാണത്തിന് ടോപ്പിങ്ങിന് പോവാൻ. ലെറ്റ്സ് ഗോ. ലൈക്കും ചെയ്യേണ്ട ഫയറും ചെയ്യണേ. വാ. ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരു വെഡ്ഡിങ് ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ മകളുടെ കല്യാണമാണ് ഡിസംബർ 5-ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇതിപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടത് വൈകിട്ടാണെങ്കിലും എത്തായപ്പോഴത്തേക്കും ഇരുട്ടായി. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അംബാലയിൽ സിംഗപ്പൂർ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു മേള നടക്കുന്നുണ്ട്. ആ മേളേൻ്റെ കാഴ്ചകളാണിത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണേ. അത് ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂഷ്വലി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് അമ്പല കാൻറ്റീൻ തന്നെയുള്ള റായ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഇന്നും ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ റായ് മാർക്കറ്റിലെത്തി. ഇപ്പോൾ റായ് മാർക്കറ്റിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഞങ്ങൾ കുട്ടികൾക്കുള്ള പാർട്ടി വെയർ ഡ്രസ്സുള്ള കടകൾ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലും വിൻ്റർ ഡ്രസ്സസാണ് ഡിസ്പ്ലേന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഫൈനലി ഒരു കട കിട്ടി, കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉള്ള കട. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഹനിക്ക് സംഗീത് നൈറ്റിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ഡ്രസ്സും വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പിങ്ക് ഇല്ലെങ്കിൽ പീച്ച് കളറിൽ ഡ്രസ്സുമാണ് വേണ്ടിയിരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ കടയിലത്തെ ഡ്രസ്സസ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. അവിടെ ആണെങ്കിൽ പിങ്കിൽ തന്നെ 2 വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി പിങ്കിനേക്കാളും കൂടുതൽ പീച്ചായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ആ കടയിൽ നിന്ന് വന്നു. തൊട്ടടുത്ത് തന്നെ വേറൊരു കടയിൽ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ പീച്ചിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു, ഒരു 2-3 എണ്ണം. അങ്ങനെ അവർ കുറച്ചൊക്കെ കാണിച്ചു. അതിനകത്തുനിന്ന് ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു വെഡ്ഡിങ് ഡേന് വേണ്ടിയിട്ട്. ഇനി സംഗീത് നൈറ്റിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിൽ ഒരെണ്ണം വേണം. അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി ലഹങ്ക ചോളി സെലക്ട് ചെയ്ത കാരണം സംഗീത് നൈറ്റിന് ലഹങ്ക ചോളി വേണ്ട, വേറെ ടൈപ്പ് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചു. അത് കാരണം ഞങ്ങൾ ലഹങ്ക ചോളി വാങ്ങിച്ചില്ല. പിന്നെ അതേ എനിക്കിഷ്ടമായത് ഈ ഗൗണാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗൗൺ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗൗൺ ആണെങ്കിൽ വിൻ്റർ അല്ലേ, അപ്പോൾ അത് സ്ലീവ്ലെസ് ആയിരുന്നു. അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് നോക്കുവാണേ. പക്ഷേ ആ ജാക്കറ്റ് വാങ്ങിക്കാൻ ഹനി സമ്മതിച്ചില്ല. ഹനിക്ക് ജാക്കറ്റ് വേണ്ട, ജാക്കറ്റ് ഇല്ലാണ്ട് ഇടുമെന്നാണ് പറഞ്ഞത്. അത് കാരണം ജാക്കറ്റ് വാങ്ങിച്ചില്ല. അപ്പോഴാണ് ഹനി അവിടെ ഒരു യൂണിക്കോണിൻ്റെ ഇയർ കഫ് വേണ്ടത്. അപ്പോൾ ഹനിക്ക് എല്ലാ സാധനങ്ങളും യൂണിക്കോണിനാണ് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. എന്നൊരു കടയിൽ പോകേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് ആവശ്യമുള്ള 2 ഡ്രസ്സും അവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്തു. ഡ്രസ്സ് കൂടാണ്ട് എനിക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഷൂസ് അല്ലെങ്കിൽ ബെല്ലീസും കൂടി വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഷൂ ഷോപ്പിൽ പോയതാണ്. അവിടെയും സെയിം അവസ്ഥയാണ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലും വിൻ്ററിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ അന്വേഷിച്ച് ഹനിക്ക് ഇഷ്ടമുള്ള ഒരു ബെല്ലീസ് കിട്ടി. അപ്പോൾ ആദ്യം ഷൂസാണ് നോക്കിയത്. അപ്പോൾ ആക്ച്വലി ഇത് ഹനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അത് ഹനീൻ്റെ സൈസിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഹനിക്ക് ആ പീച്ച് കളറിനോട് മാച്ച് ചെയ്യും വേണമായിരുന്നു. അപ്പോൾ അത് കാരണം അത് ചൂസ് ചെയ്തില്ല. പിന്നെ ഉള്ളത് ഒരെണ്ണം ഇത്തിരി ഹീലുള്ള സിൽവർ കളറിലുള്ള ഒരെണ്ണമാണ് എനിക്കിഷ്ടമായത്. അത് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആവുമെന്നുള്ള കാരണം പിന്നെ അത് ചൂസ് ചെയ്തു. ഹനി അതൊക്കെ ഇട്ട് നടന്ന് നോക്കി കംഫർട്ടബിൾ ആണെന്നൊക്കെ കൺഫേം ചെയ്ത ശേഷം ഞങ്ങളത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് മൂന്നിനൊരു വിൻ്റർ ഷൂസും കൂടി നോക്കാനുണ്ടായിരുന്നേ. ഞങ്ങൾ മൂന്നുള്ള വിൻ്റർ ഷൂസും കൂടി നോക്കി അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഹനി നേരത്തെ പറഞ്ഞ പ്രകാരം ഹനിക്ക് വിശക്കുണ്ടായിരുന്നു. ഹനി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് വാശി പിടിച്ച കാരണം ഞങ്ങൾ ഹനീൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി ജന്ത സ്വീറ്റ്സിലോട്ട് പോവുകയാണേ. അങ്ങനെ അതേ ഞങ്ങൾ ജന്ത സ്വീറ്റ്സിലെത്തി. ഹനി സ്ഥിരമായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത് പാനിപ്പൂരിയാണ്. അങ്ങനെ
ഞങ്ങൾ പാനിപ്പൂരി ഓർഡർ ചെയ്തു. ഹനി നല്ല സന്തോഷിച്ച് പാനിപ്പൂരി കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ദഹിപൂരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ദഹിപൂരിയും പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഇത് തിരിച്ച് വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.